ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കളേഴ്സിനെ കുറിച്ചാണ്. ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം കളേഴ്സ് എന്ന് പറയുന്നത് എന്തുമാത്രം വാല്യൂ ഉള്ളതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കളേഴ്സിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ, അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടി വരും. കാര്യം കളർ എന്ന് പറയുന്നത് അത്രമാത്രം വൈഡ് റേഞ്ച് ഓഫ് ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇതെല്ലാം പഠിച്ച് നമുക്കൊരു UI ഡിസൈനർ ആകാമെന്നോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാമെന്നോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ അല്ലേ? പക്ഷെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, വേണ്ടുന്ന കളറുമായി ബന്ധപ്പെട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. canva.com/colors എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർട്ടലിലേക്ക് വരാം. ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡിസൈനർക്ക് എന്ത് വേണമോ അത് എല്ലാം അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് വൈഡായിട്ട് കാട് കയറി കണ്ടന്റ് തന്ന് നമ്മളെ ഒരുപാടങ്ങ് ബോറാക്കുന്നില്ല. എന്നാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തന്നെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലേക്ക് നിങ്ങൾ വന്നാൽ ഇതാണ് അതിൻ്റെ UI. ഇതിൽ 4 സെക്ഷൻസുകൾ പ്രധാനമായിട്ട് അവർ കാണിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കളർ പാലറ്റ് ജനറേറ്റർ, ഒന്ന് കളർ പാലറ്റ് ഐഡിയാസ്, ഒന്ന് കളർ വീൽ, ഒന്ന് കളർ മീനിങ്സ്. ഓക്കെ, കളറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമുക്ക് ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ, അത് പ്രിന്റ് മീഡിയ ആയിരുന്നാലും മറ്റ് ഡിജിറ്റൽ മീഡിയ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും നമുക്ക് കളർ ചൂസ് ചെയ്യുന്നതിന് കുറേ നിയമങ്ങളുണ്ട്. ഒരു പ്രിന്റ് മീഡിയയിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ CMYK കളർ മോഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിജിറ്റൽ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് RGB കളർ മോഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ RGB യൂസ് ചെയ്യുമ്പോഴും CMYK ഉപയോഗിക്കുമ്പോഴും ഒക്കെ തന്നെ നിങ്ങളുടെ ഡിസൈനിൽ എന്ത് ടൈപ്പ് ഓഫ് കളേഴ്സുകൾ അപ്ലൈ ചെയ്യണം, എന്താണ് ആ കളർ, അല്ലെങ്കിൽ എന്താണ് ആ പ്രോഡക്റ്റിൻ്റെ മീനിങ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ പ്രോഡക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പ്രോഡക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പം ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന കളേഴ്സുകൾ നമ്മൾ മുൻകൂർ തന്നെ അത് പ്ലാൻഡ് ആയിരിക്കണം. അല്ലാതെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിലെ കളർ പാലറ്റിൽ വന്ന് ഇഷ്ടമുള്ള കളറുകൾ തോന്നിയെടുത്തെല്ലാം പിക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് കളറുകൾ തോന്നിയ പോലെ ഉപയോഗിക്കുന്നത് ഇസ് നോട്ട് എ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അറ്റ് ഓൾ. സോ ഇതുപോലുള്ള വെബ്സൈറ്റ് നമുക്ക് അതിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് കളറിനുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ബേസ്മെൻറ്റ് മാത്രമല്ല നല്ലൊരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് അത് നമുക്ക് ഒരു കളർ വീലിനെ കുറിച്ചാണ്. ഇതിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് 1, 2, 3, 4 എന്നിവിടെ കൊടുത്തെങ്കിലും അത് നമുക്ക് ഒരു കളർ വീൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. കാര്യം അതാണ് ഒരു കളറിൻ്റെ ഒരു ബേസ്, ഒരു ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കളേഴ്സിന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കളറിനായിട്ട് ബന്ധപ്പെട്ട് ഒരു പാലറ്റിൽ വന്ന് കളർ ചൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ ഫിൽറ്റർ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ആ കളറിൻ്റെ കുറച്ച് ടെക്നിക്കൽ ടേംസുകളുണ്ടല്ലോ. കളർ പാലറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ ടെക്നിക്കൽ ടേംസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കളർ ടേംസുകളാണ് ഒരു കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളേഴ്സ്, മോണോക്രോമാറ്റിക് കളർ, അനലോഗ് കളർ, ട്രയാഡിക് കളർ, ടെട്രാഡിക് എന്നൊക്കെ പറയുന്ന കുറേ കളർ കോമ്പിനേഷൻസ്. ഓക്കെ, ഈ കളർ കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ നിരന്തരമായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കുമെങ്കിലും അതൊരിക്കലും നമ്മുടെ ഒരു റിയൽ ലൈഫ് പ്രോജക്റ്റിൽ നമ്മൾ പോയി അതിൻ്റെ മോണോക്രോമാറ്റിക് കണ്ടെത്തുകയോ അനലോഗ് കണ്ടെത്തുകയോ ഒക്കെ ചെയ്യാറില്ല. അവിടെ എല്ലാം നമ്മൾ മിക്കവാറും നമ്മുടെ ഒരു കളർ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അങ്ങനെ ഉപയോഗിക്കരുത്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിന് വേണ്ടുന്ന കളേഴ്സുകൾ നമ്മൾ കണ്ടെത്തി വെക്കണം. അതിനെ കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന കളറുകളുടെ കോമ്പിനേഷൻസുകളാണ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കളർ വീൽ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. കളർ വീൽ ഇതുപോലെ കളേഴ്സിൻ്റെ സർക്കിൾസുകളൊക്കെ നമ്മൾ നിരന്തരമായി കാണുന്നതാണ് അല്ലേ ഒരു കളർ വീൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു കളർ വീൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കളറുകൾ ചേർന്ന ഒരു സർക്കിൾ, ഒരു വീലാണ് നമ്മളൊരു കളർ വീലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു കളറിനെ ഞാൻ ചൂസ് ചെയ്തു, റെഡിനെ ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ നേർ ഓപ്പോസിറ്റുള്ള കളർ ആണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഓറഞ്ചാണ് ചൂസ് ചെയ്തെങ്കിൽ അതിന് നേർക്കുള്ള ഈ ബ്ലൂ ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത്. ഇനി ഒരു കളർ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ആ കളറിനകത്ത് അതേ ടോണിലുള്ള, അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള കളറുകളുണ്ട്. അതിന് എന്ന് വെച്ചാൽ അതേ ടോൺ, ഒരേ ടോൺ എന്നുള്ള മീനിങ്ങിൽ മോണോക്രോമാറ്റിക് എന്ന് പറയുന്ന അതേ കളർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മാത്രം ടോണുകൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഡിസൈനുകൾ ചെയ്യേണ്ടി വരും. അതിനെ മോണോക്രോമാറ്റിക് ഡിസൈൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കളറാണ് അനലോഗ് കളേഴ്സ് എന്ന് പറയുന്നത്. ഒരു കളർ വീൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കളർ ചൂസ് ചെയ്തു, ബ്ലൂ ചൂസ് ചെയ്തു, അതിനോട് സൈഡ് ബൈ സൈഡായിട്ട്, അതിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ് ബൈ സൈഡായിട്ട് കാണുന്ന 3 കളറുകളെ എടുത്തു കഴിഞ്ഞാൽ ആ 3 കളറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനലോഗ്
കളേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ട്രയാഡിക് എന്ന് പറഞ്ഞൊരു കളറുണ്ട്. ട്രയാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 കളേഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കളർ വീലിൻ്റെ ഒരു കളറിനെ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വൽ കളർ മോഡിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ റെഡ് ഞാൻ ചൂസ് ചെയ്തു, 1 2 3 കഴിഞ്ഞ് അടുത്ത കളർ, 1 2 3 കഴിഞ്ഞ് അടുത്ത കളർ, 1 2 3 കഴിഞ്ഞാൽ നമ്മുടെ റെഡ്. അങ്ങനെ ഈക്വലായിട്ട് കളർ ഷെയ്ഡുകളിന് ഈക്വൽ സ്പേസിങ്ങിൽ ഇവഞ്ച്വലി സ്പേസിങ് മാത്രം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന 3 കളറുകളാണ് ട്രയാഡിക് കളേഴ്സ് എന്ന് പറയുന്നത്. ട്രയാഡ് പോലെ തന്നെ ടെട്രാഡിക് ഉണ്ട്, അത് 3 മാറി 4 കളേഴ്സുകളാവും. അതും ഈക്വലായിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ 4 ആകുമ്പോഴത്തേക്ക് 1 2 കഴിഞ്ഞിട്ട് അടുത്ത കളർ വരും, 1 2 കഴിഞ്ഞ് അടുത്ത കളർ വരും. ഇങ്ങനെ കളേഴ്സുകൾ 4 കളറുകളെ ചൂസ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ടെട്രാഡിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കളറുകളെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുന്നത്. ഈ കളറിലേക്ക് എന്നാൽ അതിൻ്റെ കൂൾ കളേഴ്സ്, വാം കളേഴ്സ്, അതിൻ്റെ ഷെയ്ഡ്സ്, ടിൻസ്, ടോൺസ്, അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ വേർഡ്സുകൾ അതിനകത്തുണ്ട്. അതൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിൽ, ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കാതെ വളരെ ചുരുങ്ങിയ വേർഡ്സുകൾ തന്ന് നമുക്ക് അത് എന്താണെന്നുള്ളത് വരെ നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഹ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ കളറിൻ്റെ എല്ലാ ടേംസുകളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കളറിൻ്റെ ബേസിക് കുറേ കാര്യങ്ങൾ, കുറച്ച് ബേസിക് ടേംസുകൾ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ടേംസുകൾ എല്ലാ ഡിസൈനറും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു കളർ പിക്ക് ചെയ്യുകയാണ്, കണ്ടോ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. ആ കളർ ഇവിടെ നമുക്ക് അതിൻ്റെ ഹെക്സ് കളർ കോഡ് ഇവിടെ കാണാം. ഹെക്സ് കളർ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, വെബ്സൈറ്റിൽ നമ്മുടെ ഡിജിറ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് ഹെക്സ് കളർ എന്നാണ് പറയുന്നത്. ഹെക്സ് കളർ കോഡാണ്. ഈ ഹെക്സ് കളർ കോഡ് നമ്മുടെ ഫോട്ടോഷോപ്പിൽ കളർ പാലറ്റിൽ കൊണ്ട് പിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം കളർ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു കളർ ഞാൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ 2 കളേഴ്സുകൾ അവർ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനി ഞാനത് മാറ്റി മോണോക്രോമാറ്റിക് ആക്കി, അതേ കളറിൻ്റെ ഷെയ്ഡിലുള്ള 2 കളർ അവർ നമുക്ക് മേക്ക് ചെയ്ത് തരുന്നു. അതുപോലെ അനലോഗ്സ് എടുത്താൽ ആ കളറിൻ്റെ അനലോഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ട്രയാഡിക് എടുത്താൽ ട്രയാഡിക് തരുന്നു, ടെട്രാഡിക് തരുന്നു. അങ്ങനെ ഇതെല്ലാം നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം അത് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതിൻ്റെ ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് കിട്ടും. ആ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നിങ്ങളുടെ ഏത് ഡിസൈൻ സോഫ്റ്റ്വെയർ ആണോ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ ഓക്കെ, കളർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി ഈ കളറിനെ നിങ്ങൾക്ക് എക്സ്പോർട്ട് പാലറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് പാലറ്റായിട്ട് നിങ്ങൾക്കൊരു പാലറ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ കളർ പാലറ്റുകൾ കൊണ്ട് നിങ്ങളുടെ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ക്യാൻവാസിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ പാലറ്റ് കിട്ടിക്കഴിഞ്ഞു. ആ പാലറ്റ് വെച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കളർ എപ്പോഴും വളരെ ഹാർമോണിക് ആയിരിക്കും. കളർ ഹാർമണി എന്ന് പറയുന്നത് ഒരേ വിഭാഗത്തിൽപ്പെട്ട കളറുകളെ തന്നെ നമ്മൾ അതിൻ്റെ കോമ്പിനേഷൻ ലെവലിൽ യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു കളർ ഹാർമണി ക്രിയേറ്റ് ആകും. ഓക്കെ, അപ്പം ഇവിടുന്ന് ഈ കളർ വീൽസ് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക, മസ്റ്റായിട്ട് നന്നായിട്ട് നോക്കുക. അതായിരിക്കണം നമ്മുടെ കളറിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ബേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കളറിനെ കുറിച്ച് നമുക്കൊരു ബേസ് ഐഡിയ കിട്ടും എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളറുകളിലെ എല്ലാത്തിൽ നിന്നും നമുക്ക് നല്ലൊരു പാലറ്റ് ചൂസ് ചെയ്യണം. ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നല്ലൊരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളർ പാലറ്റ് വെച്ച് മാത്രമേ നിങ്ങളുടെ ഡിസൈൻ ചെയ്യാവൂ. അല്ലാത്ത പക്ഷം നമ്മുടെ തോന്നിയ പോലെ കളറുകൾ ഉപയോഗിച്ച് യാതൊരു കാരണവശാലും പ്രിന്റ് മീഡിയയിലോ മറ്റ് ഡിജിറ്റൽ മീഡിയയിലോ ഡിസൈൻ ചെയ്ത് ശീലിക്കുകയോ ചെയ്യരുത്. കാര്യം കളർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോമ്പിനേഷൻ ലെവലിൽ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. അത് എത്രത്തോളം മിനിമലിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുമോ അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഒരു കളറിന് നമ്മളൊരു പാലറ്റിലേക്ക് എടുത്തു നോക്കാം. നമുക്കൊരു കളർ പാലറ്റ് ഐഡിയാസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസുകളുടെ പാലറ്റ് അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കളർ പാലറ്റ് കിട്ടുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കാണാൻ പറ്റി അത്യാവശ്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാപ്ഷനോടുകൂടി തന്നെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു പാറ്റേൺ കാണുകയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആ പാലറ്റിനെ ചൂസ് ചെയ്യാം. ആ പാലറ്റ് ചൂസ് ചെയ്തുകൊണ്ട് ആ പാലറ്റിനകത്ത് നിന്നുള്ള ഡിസൈൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ആ പാലറ്റിൻ്റെ ഒരു വലിയ വ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഇനി ആ കളറിൻ്റെ കറക്റ്റ് പേര് ഇവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആ കളർ വാല്യൂ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതേ കളർ കോമ്പിനേഷൻ ഒരു ഡിസൈൻ ചെയ്ത് കാണാൻ പറ്റുക എന്നുള്ളത് അല്ലേ. ഞാൻ വേറൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കളർ ഇവിടെ നമുക്ക് താഴെ നിന്ന് ചൂസ് ചെയ്യാം. നോക്കൂ, അത് വരുമ്പോൾ ആ കളറുമായി ബന്ധപ്പെട്ട്
ഒരു ഇമേജ് എടുത്താൽ എങ്ങനെയാണ് ആ പാലറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളത് കാണിച്ചിരുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ള കളർ പാലറ്റ്സുകൾ നമ്മുടെ ഒരു നീണ്ട കളക്ഷൻ തന്നെ ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കളർ പാലറ്റ്സ് എന്ന് പറയുന്ന പേജിൽ കയറി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി കളർ പാലറ്റ്സ് ഐഡിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ കളർ പാലറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ രീതിയിൽ കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് കളർ പാലറ്റ് ജനറേറ്റർ എന്ന് പറയുന്ന പേജിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ആ ഇമേജിൽ നിന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്രൊമിനൻസി വരുന്ന വെബ് സേഫ് കളറുകൾ, വെബ് സേഫ് അറിയാലോ, വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന വെബ് സേഫ് ആയിട്ടുള്ള കളറുകൾ അവർ അതിൽ നിന്ന് പിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് കോപ്പി ആവും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ സോഫ്റ്റ്വെയറിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലൊരു ഫോട്ടോ അവർ ഇപ്പോൾ ഒരു വേറൊരു ഇമേജ് മാറ്റി നോക്കിയാൽ, ട്രൈ അനദർ ഇമേജ് നോക്കൂ, ഒരു ഫോട്ടോ മാറി, ആ ഫോട്ടോയിൽ എങ്ങനെയാണ് കളർ വരുന്നത് നോക്കൂ. ട്രൈ അനദർ ഇമേജ്. ഓരോ ഫോട്ടോസുകൾ ഇവിടെ മാറുമ്പോൾ ആ ഫോട്ടോസിൽ നിന്നും അവർ തന്നെ കളേഴ്സ് പിക്ക് ചെയ്ത് നല്ലൊരു പാലറ്റ് നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ഇനി നമ്മളൊരു ഇമേജ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഡിസൈനിലെ ഒരു പ്രധാനപ്പെട്ട ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് അപ്ലോഡ് ഇമേജ് വഴി നിങ്ങൾക്ക് ആ ഇമേജ് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിൽ നിന്നും നിങ്ങൾക്ക് ഒരു 4 കളർ പാലറ്റ് അത് ക്രിയേറ്റ് ചെയ്ത് തരും. ആ പാലറ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഡിസൈനിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഏത് സോഫ്റ്റ്വെയർ ആയാലും ഈ 4 കളേഴ്സുകൾ നിങ്ങൾ ആദ്യം തന്നെ പാലറ്റ് അവിടെ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന കളേഴ്സുകൾ ഈ പാലറ്റിൽ നിന്ന് തന്നെ കഴിവതും ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഡിസൈൻസ് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യും. ആ ഡിസൈനിന് ഒരു കളർ ഹാർമണി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ കളർ പാലറ്റ് ജനറേറ്റർ പേജിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് പാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതേ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. വളരെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്കത് തോന്നിയത്. അതുകൊണ്ടൊപ്പം ഇനി കളർ ചൂസ് ചെയ്യുമ്പോൾ ഡിസൈനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രിൻസിപ്പിൾസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കളറിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓരോ കളറിനും ഓരോ മീനിങ് ആണുള്ളത്. ഈ കളറിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു ഒരു പാർട്ടി, ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കളറാണ് ചൂസ് ചെയ്യേണ്ടത്? ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണം, ഞാൻ അവിടെ എന്ത് കളറാണ് ചൂസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞാനൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത്തരത്തിൽ എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നോ അതിനു മുമ്പേ ആ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് എന്ത് മീനിങ് ഓഫ് കളർ വരുന്ന പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ കളർ ചൂസ് ചെയ്യാൻ. അതിന് ഈ കളർ മീനിങ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ വന്നാൽ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെബ് സേഫ് കളറുകളുടെ ഒരു നീണ്ട കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതിൽ നിങ്ങൾ വന്ന് മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് അവിടെ എഴുതി കാണിക്കുന്നത് കാണാം. ലൈം ഗ്രീൻ, ഗോൾഡ്, ബ്രൈറ്റ് യെല്ലോ, ബ്രൈറ്റ് ഓറഞ്ച്, അങ്ങനെ ഓരോ കളേഴ്സുകളുടെ പേര് എഴുതി കാണിക്കുന്നു. അതിൽ താണ്ട് ഒരു പേസ്റ്റൽ റെഡ് എന്ന് പറയുന്ന ഒരു കളർ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്തു. അവിടെ ആ പേജ് കൊണ്ട് ആ കളർ കൊണ്ട് ഒരു പേജ് നിങ്ങൾക്ക് കാണാം. ആ പേജിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ നേരത്തെ പറഞ്ഞൊക്കെ മോണോക്രോമാറ്റിക് കളേഴ്സുകളുടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു. അവിടെ അനലോഗ് കളേഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോംപ്ലിമെൻ്ററി ട്രയാഡ് എല്ലാം ഡയറക്റ്റ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതിനോടൊപ്പം ആ കളർ വെച്ച് കിട്ടാവുന്ന നല്ല കുറേ കളർ കോമ്പിനേഷൻസുകളുടെ ഒരു പാലറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിൽ നിന്ന് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ആ പ്രോഡക്റ്റിന് ബെസ്റ്റായിട്ട് തോന്നുന്ന നല്ലൊരു കളർ പാലറ്റ് പിക്ക് ചെയ്യുക, നിങ്ങൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തോളുക. ഓക്കെ, ഇനി ഇപ്പോൾ മീനിങ് പേജിലോട്ടാണല്ലോ നമ്മൾ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കളറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ കളറിൻ്റെ ഹെക്സ് കോഡ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് കളർ ഹെക്സ് കോഡ് ഏതാണെന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ആ കളറിനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്കിത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട് ആ പേസ്റ്റൽ റെഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസുകൾ താഴെ കൊടുത്തിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക്. അതിനകത്ത് ആ പേസ്റ്റൽ റെഡിനെ കുറിച്ചിട്ടുള്ള എന്തെല്ലാം വേർഡ്സുകളാണോ അതിനെക്കുറിച്ചുള്ള സ്റ്റോറീസുകളായിരിക്കാം, ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള മീനിങ്ങുകളായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആ കളറിനെ കുറിച്ചാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററി ഓഫ് പേസ്റ്റൽ റെഡ്, മീനിങ് ഓഫ് പേസ്റ്റൽ റെഡ് എന്ന് പറയുന്ന സെക്ഷൻ കണ്ടോ. ഇവിടെ ഈ മീനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എ കളർ കോമ്പിനേഷൻ അസോസിയേറ്റഡ് വിത്ത് ഇൻറ്റൻസിറ്റി, ആങ്കർ, എനർജി, പാഷൻ ആൻഡ് ഡേഞ്ചർ ആർ ലിങ്ക്ഡ് വിത്ത് ദ ഹ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ കളറ് എന്തൊക്കെ ടൈപ്പ് ഓഫ് മീനിങ് ആണ് വരുന്നത് എന്നുള്ള മീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇത് നിങ്ങൾ എല്ലാ കളറിൻ്റെയും മീനിങ് ഇവിടെ നിന്ന് എഴുതി മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് അത്തരത്തിലുള്ള ഒരു മീനിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ. അപ്പോൾ ആ ഒരു കളർ പാലറ്റ്, ആ മീനിങ്ങും ചൂസ് ചെയ്ത് വേണം നിങ്ങളൊരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഒരു പുതിയ പ്രോഡക്റ്റ് ചെയ്യുന്നെങ്കിലാണ് പറയുന്നത്.
അല്ലാതെ നിങ്ങൾ കറൻ്റ്ലി ഉള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും നല്ലൊരു കമ്പനിയുടെ പ്രോജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അവരുടേതായ കളർ പാലറ്റ് കാണും, അത് വേണം നമ്മൾ ഫോളോ ചെയ്തു പോകാൻ. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാലറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഹൗ ടു യൂസ് പേസ്റ്റൽ റെഡ്, എങ്ങനെ കളർ ഉപയോഗിക്കണം, പിന്നെ വാട്ട് കളേഴ്സ് ആർ വിത്ത് പേസ്റ്റൽ റെഡ്, ഏതെല്ലാം കളേഴ്സുകളാണ് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള വരുന്ന സിമിലർ കളറുകൾ ഏതൊക്കെയാണ് എന്ന് വേണ്ട, അതുമായി ബന്ധപ്പെട്ട് വളരെ എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഈ പേജിൽ നിന്ന് കണ്ടെത്താം. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഹെക്സ് കളർ പോലെ തന്നെ അതിൻ്റെ CMYK വാല്യൂസുകൾ കൂടെ കൊടുത്തിരിക്കുന്നു. CMYK പ്രിന്റ് മീഡിയയ്ക്ക് ചെയ്യുന്നവർക്ക് അത് CMYKയുടെ കളർ കോഡ് എടുക്കാം. അതുമായിട്ടുണ്ട് എല്ലാ കളർ ഡീറ്റെയിൽസുകളും ഹെക്സ് വാല്യൂ മാത്രമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, എല്ലാ വാല്യൂസുകളും കളറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള എല്ലാ വാല്യൂസുകളും അവരവിടെ കൊടുത്തിട്ടുണ്ട്. ആ കളറ് വെച്ച് ചെയ്ത കുറച്ച് ഡിസൈൻ പാറ്റേൺസുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ആ ഒരു പേസ്റ്റൽ കളർ യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ ഡിസൈൻസുകളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്പിംഗ് ആയിരിക്കും. ഒരു കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്പിംഗ് ആയിരിക്കും, കളറിനെ മനസ്സിലാക്കാൻ വളരെ ഹെൽപ്പിംഗ് ആയിരിക്കും. അത് മസ്റ്റായിട്ടും ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ കിട്ടും. ഇനി ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് താഴെ കുറച്ച് കളറുമായി ബന്ധപ്പെട്ട കുറച്ച് ബ്ലോഗുകളുടെയൊക്കെ കുറച്ച് ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ ഇൻസ്പിറേഷൻ സീക്രട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല ബ്ലോഗ്സുകൾ, കളറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കത് വായിക്കുമ്പോൾ കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടും, കൂടുതൽ നോളജ് കിട്ടും. അതിനെല്ലാം ഈ ലിങ്ക് വളരെ ഹെൽപ്പിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കളേഴ്സ് നല്ല ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഡിസൈനേഴ്സ് മാത്രമല്ല ഒരു നോൺ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും റെഫർ ചെയ്ത് നല്ലൊരു കളർ ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഓക്കെ, അത് ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തോളുക. അതുപോലെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ഡിസൈനേഴ്സിൻ്റെ ഇടയിലും ഒക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രമിക്കണം. കാര്യം നമ്മൾ ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ ഓരോ കമൻറ്റ് ഇടുകയും അതിനെക്കുറിച്ച് ഓരോ സജഷൻസ് ഒക്കെ പറയുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റ് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ടാക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.